साया है, मेरे भारत की धरती पर छाया माया का साया है। अब नया सवेरा लाने को भारत में शिव आया है। अब नया सवेरा लाने को भारत में शिव आया है, मेरे भारत की धरती पर। तुम छोड़ो 5 विकारों को, अब उठ के ज्ञान का स्नान करो। तुम छोड़ो 5 विकारों को, अब उठ के ज्ञान का स्नान करो। संगम की पावन बेला में फिर भारत उत्थान करो। जागो मेरे भारतवासी, जागो मेरे भारतवासी, शिव तुम्हें जगाने आया है। अब नया सवेरा लाने को भारत में शिव आया है, मेरे भारत की धरती पर। माया में छाए भारत को शिव ने ललकारा है। माया में छाए भारत को शिव ने ललकारा है। तज देह भान करो ज्ञान दान, अब यही हमारा नारा है। बस याद करो प्रतिपल उसको जो परम धाम से। ഓം ശാന്തി. ബാബയുടെ ഈ ചരിതം, ജീവചരിതം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതകരമായ പരിവർത്തനത്തിനുള്ള വിത്ത് പാകിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്നലെ നമ്മളെന്താ കേട്ടത്? യജ്ഞവത്സർക്കെല്ലാം പ്രിയപ്പെട്ട യജ്ഞമാതാവ്, ഇത്രയും പ്രിയപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട മമ്മയുടെ ദേഹത്യാഗ സമയത്ത് ബാബ എങ്ങനെ തൻ്റെ മക്കളുടെ മനോസ്ഥിതിയെ ഉയർന്നതാക്കി നിലനിർത്തി. ആ സമയത്ത് യജ്ഞത്തിലെ അന്തരീക്ഷത്തെ ആ സമയത്തും ശാന്തമയമാക്കി ജ്ഞാനയുക്ത യോഗയുക്തമായ ദിവ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ബ്രഹ്മബാബയുടെ അത്ഭുതകരമായ പാർട്ടാണ് നമ്മൾ കാണുന്നത്. ആ പാർട്ടിലൂടെ ബാബ നമുക്കെല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന ചില പാഠങ്ങൾ നൽകുകയാണ് അല്ലേ. ഈ ഓരോ പാഠവും നമ്മുടെയും ജീവിതത്തിൽ പരിവർത്തനം തീർച്ചയായിട്ടും കൊണ്ടുവരും. അപ്പം നമുക്കും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരോ അടുത്തുള്ളവരോ ആയ ബന്ധുക്കൾക്കും മിത്രങ്ങളുടെയൊക്കെ വേർപാടിൻ്റെ പേപ്പറുകൾ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവും. ചിലത് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ ആ സാഹചര്യങ്ങളൊക്കെ എങ്ങനെ അലൗകികമാക്കണമെന്ന പാഠമാണ് പ്രിയപ്പെട്ട ബാബ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഇന്നലെ നമ്മൾ ലാസ്റ്റ് കണ്ട സീൻ എന്തായിരുന്നു? ബ്രഹ്മബാബ അല്ലേ മമ്മയുടെ ഭൗതിക ശരീരം ഹാളിലിരിക്കുകയാണ്. കുട്ടികളെല്ലാം ഇരുന്ന് യോഗം ചെയ്യാണ്. ബ്രഹ്മബാബ സ്വയം ഇരുന്ന് ശിവബാബയ്ക്ക് മുന്നിൽ നിവേദനം സമർപ്പിക്കുകയാണ്. മമ്മയുടെ ആത്മാവ് തിരിച്ചു വരട്ടെ, അയക്കൂ ബാബ കുറച്ച് സമയത്തേക്ക് കൂടിയെന്ന് കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ബാബ പറയുകയാണ്. ബാബ ഇസ് പ്രകാർ സെ ബഡേ അലൗകിക് സ്വര സെ, ഇപ്രകാരം ബ്രഹ്മബാബയുടെ അലൗകികമായ സ്വരം ആത്മിക് സ്മൃതിയിലിരുന്ന് ശിവബാബയ്ക്ക് മുന്നിൽ തൻ്റെ നിവേദനം സമർപ്പിച്ചുകൊണ്ടിരുന്നു. ഉൻ ദ്വാര സബ് വർസോനെ മൻ കി പുകാർ അതി ഉത്തം ശബ്ദവുമേ, ബ്രഹ്മബാബയ്ക്കൊപ്പം എല്ലാ കുട്ടികളും മനസ്സുകൊണ്ട് അവരവരുടെ ശബ്ദം ശിവബാബയ്ക്ക് മുന്നിൽ ശിവബാബയുടെ ദർബാറിൽ എത്തിച്ചു. अपने अत्यंत
നികടതം ഏവം അലൗകിക് സാധ്യക്കോ. ബ്രഹ്മബാബയെ സംബന്ധിച്ചിടത്തോളം അമ്മ ആരായിരുന്നു? തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും സമീപ്യമുള്ള അലൗകിക സാധ്വി സഹയോഗി. ബാബയ്ക്ക് യജ്ഞകാര്യത്തിൽ എല്ലാവരേക്കാളും ഏറ്റവും സമീപസ്ഥയായ സഹയോഗിയായിരുന്നു അമ്മ. യജ്ഞത്തിലെ പരിധിയില്ലാത്ത കാര്യങ്ങളെല്ലാം അക്ഷീണം ചെയ്തിരുന്ന ഈശ്വരീയ യജ്ഞ സേവനത്തിലെ സഹയോഗി. അപ്നി ആധ്യാത്മിക് സേനാക്കി, ബാബയുടെ ഈ ആത്മീയ സേനയുടെ കമാൻഡറായിരുന്നു അമ്മ. അത്യന്തം കുശലതയുള്ള കമാൻഡർ. എല്ലാവർക്കും മുന്നിൽ ബാബ വെച്ചിരുന്നതും അമ്മയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഓരോ പ്രശ്നങ്ങൾ, എവിടെയൊക്കെ എന്ത് വലിയ പ്രശ്നം ഉണ്ടായാലും മമ്മയാണ് ബാബ അവിടേക്ക് അയക്കുക. മമ്മ പോയി മമ്മയുടെ വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം, മമ്മ ജ്ഞാനം നൽകുന്ന സമയത്ത്, മമ്മ ആൾക്കാരോട് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് മമ്മയിലൂടെ കിട്ടിയ ദർശനങ്ങളും സാക്ഷാത്കാരങ്ങളും കൊണ്ട് വിരോധികൾ പോലും മുട്ടുമടക്കിയിട്ടുണ്ട്. മമ്മയ്ക്ക് മുന്നിൽ ചരണസ്പർശം ചെയ്തിട്ടുണ്ട്. അനേകർക്ക് മമ്മയിലൂടെ അനേക ഇഷ്ടദേവിമാരുടെ, അവരവരുടെ ഇഷ്ടദേവിമാരുടെ സാക്ഷാത്കാരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ തന്നെ പലരുടെയും മനസ്സുകൾ മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള മമ്മ ബ്രഹ്മമുഖ കമലത്തിലൂടെ രചിക്കപ്പെട്ട ബ്രഹ്മകുമാരിമാരിലെ ഏറ്റവും ഉത്തമ കുമാരി രത്നം. ജ്ഞാനയജ്ഞത്തിൻ്റെ ഇതിഹാസത്തിൽ ഉണ്ടായ എല്ലാ വലിയ വലിയ കൊടുങ്കാറ്റുകളുടെ നടുവിലും ദൃഢനിശ്ചയത്തോടെ, ആജ്ഞാകാരിയായി, വിശ്വസ്തയായി, കാര്യകുശലതയോടുകൂടി എല്ലാ കാര്യവ്യവഹാരങ്ങളും നിർവഹിച്ച, സ്വന്തം പരിശ്രമത്തിലൂടെയും സേവനത്തിലൂടെയും ബ്രഹ്മബാബ തയ്യാറാക്കിയ ബെസ്റ്റ് എക്സാമ്പിൾ. അങ്ങനെയുള്ള മമ്മയുടെ മടക്കയാത്ര, ബാബ കെ നയൻ വയൻ ഇത്യാദി സേസെ. പക്ഷേ ഇത്രയും സർവശ്രേഷ്ഠ പാർട്ട്ധാരി വിട പറയുമ്പോഴും ബാബയുടെ കണ്ണുകളിലോ മുഖത്തോ ആ നഷ്ടബോധത്തിൻ്റേതായ യാതൊരു അടയാളങ്ങളും കാണപ്പെട്ടില്ല. ബാബയുടെ മനസ്സിൽ ദുഃഖത്തിൻ്റെ നിഴൽ പോലും ആർക്കും കാണാൻ കഴിഞ്ഞില്ല. ബ്രഹ്മബാബയുടെ ആ ഉയർന്ന അവസ്ഥയെക്കുറിച്ച് പറയണം ജഗദീഷ് ഭായ്. ബാബയുടേത് വളരെ സ്നേഹിയും എന്നാൽ നിർമോഹി സ്ഥിതിയുമായിരുന്നു. ബാബയുടെ വ്യവഹാരങ്ങളെല്ലാം കാണിച്ചു തന്നത് മോഹജീത് രാജാവിൻ്റെ ചിത്രമാണ്. മമ്മ ശരീരം വിട്ട ഈ സംഭവം തന്നെ സ്പഷ്ടമാക്കി തന്നത് ബാബയ്ക്ക് എത്ര സ്നേഹം മമ്മയോടുണ്ടായിരുന്നോ അത് ദിവ്യവും അലൗകികവുമായ ആത്മീയ സ്നേഹമായിരുന്നു, ദേഹത്തോടായിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ബാബയുടെ നിർമോഹി സ്ഥിതി. ഉൻക സ്നേഹ ലൗകിക് ബാബയുടെ സ്നേഹം ഒരു ലൗകിക മാതാപിതാവിനേക്കാളും കൂടുതലായിരുന്നു. പക്ഷേ ഈ സംഭവത്തോടു കൂടി എല്ലാവർക്കും മനസ്സിലായി ബാബയുടെ സ്നേഹം നിസ്വാർത്ഥമായിരുന്നു, നിർമ്മലമായിരുന്നു. ബാബയുടെ സ്നേഹം ഒരു അരുവിയിൽ നിന്ന് നീരുറവ പ്രവഹിക്കും പോലെയായിരുന്നു. പക്ഷേ അത്ര തന്നെ വേറിട്ട സ്ഥിതിയുമായിരുന്നു ബാബയുടേത്.
വിശ്വനാടകശാലയിൽ ദൃശ്യം കണ്ട് ഓരോ ദൃശ്യങ്ങളും പിന്നിലേക്ക് പോകുമ്പോൾ അടുത്ത ദൃശ്യം മുന്നിലേക്ക് വരുമ്പോൾ ബാബ തൻ്റെ മനസ്സിലും ആ ദൃശ്യങ്ങളോട് വളരെ സഹജമായി വിട പറഞ്ഞു. മാറിമറിയുന്ന ദൃശ്യങ്ങളെ ബാബയും വിട പറഞ്ഞുകൊണ്ടിരുന്നു. കടന്നുപോയ സീനുകളെ ബാബ പിടിച്ച് മുന്നിലേക്ക് കൊണ്ടുവന്നില്ല. അടുത്ത ദൃശ്യത്തിന് വേണ്ടിയിട്ട് സാക്ഷി ദൃഷ്ടാവിൻ്റെ രീതിയിൽ തന്നെ നിലകൊണ്ട് ബാബ. ഇസ്ലേവേ അതുകൊണ്ട് തന്നെ ബാബ നാടകം സാക്ഷിയായി ദർശിച്ചതുകൊണ്ട് തന്നെ ബാബ സദാ സ്നേഹിയും നിർമോഹി അവസ്ഥയിലും തന്നെയായിരുന്നു. ഉന്മേ ഏക ഉത്തരദായിത്വ. ഒരു തരത്തിൽ നോക്കിയ ബാബയുടേത് വളരെ റെസ്പോൺസിബിളായിട്ടുള്ള പാർട്ടായിരുന്നു. മറ്റൊന്ന് ബാബ പ്രായാധിക്യം കൊണ്ട് തന്നെ അനുഭവിയായിരുന്നു. പക്ഷേ അതിനെല്ലാം ഉപരി ബാബയുടേത് വളരെ വണ്ടർഫുള്ളായിട്ടുള്ള ഭാരരഹിത അവസ്ഥയായിരുന്നു. മമ ശരീരം വിട്ട ഈ സമയത്തെ ബാബയുടെ ആ പാർട്ട് ഞങ്ങളെല്ലാ കുട്ടികൾക്കും ബാബയുടെ അലൗകിക ജീവിതത്തിൻ്റെ അലൗകിക ദൃശ്യങ്ങൾ കൂടുതൽ പ്രകാശം ചൊരിഞ്ഞു തന്നു. എങ്ങനെ ഓരോ കാര്യങ്ങളും അലൗകികമായി ദിവ്യമായി കൈകാര്യം ചെയ്യണം. ഇസസെ വിദിത് ഹോത്താ ഥാ കി ബാബ കാ. ഇതിലൂടെ സ്പഷ്ടമായത് ബ്രഹ്മബാബയ്ക്ക് ശിവബാബയിൽ ഇളകാത്ത നിശ്ചയമായിരുന്നു. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഡ്രാമയുടെ ജ്ഞാനത്തിൽ ബാബ സമ്പൂർണ്ണ നിശ്ചയബുദ്ധിയായിരുന്നു. ഉनकी അവസ്ഥ ഹർ പരിസ്ഥിതി മേ സ്ഥിർ ഥ. ബ്രഹ്മബാബയുടെ മാനസിക അവസ്ഥ എല്ലാ സാഹചര്യങ്ങളിലും സ്റ്റേബിളായിരുന്നു. ഇളകാത്തതും ഉറച്ചതുമായിരുന്നു ബാബയുടെ അവസ്ഥ. बाबा ने सर्वोत्कृष्ट प्रकार की रूहानियत से ഏറ്റവും ഉത്കൃഷ്ടമായ ആത്മീയ രീതിയിൽ തന്നെ ഒരു വലിയ സൈക്യാട്രിസ്റ്റിനെ പോലെ സൈക്കോളജിസ്റ്റിനെ പോലെ അലൗകിക ടീച്ചറിനെ പോലെ ഒരു ഉയർന്ന മാർഗദർശിയെ പോലെ വളരെ വണ്ടർഫുള്ളായിട്ടുള്ള രീതിയിലാണ് യജ്ഞത്തിലെ മക്കളെ പരീക്ഷകളിൽ നിന്നെല്ലാം പാസ്സാക്കിച്ചത്. വളരെ ദീപോജ്വലമായ കാന്തിമയമായ സൂര്യനെ പോലെ ബാബ തൻ്റെ മുന്നിൽ വന്ന എല്ലാ മേഘപടലങ്ങളെയും നീക്കി മാറ്റിയെടുത്തു. തൻ്റെ സൂര്യ തേജസ്സുള്ള വ്യക്തിത്വം കൊണ്ട്. എന്തൊക്കെ കാർമേഘങ്ങൾ അല്ലേ ഇരുട്ട് പരത്താൻ വന്നപ്പോഴും അതിനെല്ലാം അതിജീവിക്കാൻ ബാബയുടെ അലൗകികതയുടെ തേജസ് കൊണ്ട് കഴിഞ്ഞു. मादेश्वरी जी के बारे में शिव बाबा द्वारा स्पष्टीकरण एवं संदेश. മമ്മ വ്യക്തമായതിനു ശേഷം ശിവ് ബാബയുടെ സന്ദേശം സന്ദേശിപുത്രിമാരിലൂടെ വന്നു. ശിവ് ബാബ സന്ദേശം നൽകി. ബാബ കുട്ടികളും എല്ലാവരും ചേർന്ന് നിവേദനം സമർപ്പിച്ചുവല്ലോ, മമ്മയെ ശരീരത്തിലേക്ക് തിരിച്ചുവിടൂ എന്ന്. അപ്പോൾ ബാബ അതിനുള്ള മറുപടി നൽകി. മാതേശ്വരിജിയുടെ പാർട്ട് ഈ ശരീരത്തിൽ ഇത്ര മാത്രമേ ഉള്ളൂ. ബാബ പറഞ്ഞു, മക്കളെ, ബാബ എന്നിട്ട് അതിന് നല്ല എക്സാമ്പിൾ പറഞ്ഞു. ശിവബാബ എന്താ പറഞ്ഞത്? മക്കളെ, സരസ്വതിയുടെ ചിത്രം നിങ്ങൾ ഭക്തി മാർഗത്തിൽ കണ്ടിട്ടില്ലേ? സരസ്വതിയുടെ ചിത്രങ്ങളെല്ലാം യുവാവസ്ഥയിലുള്ള ചിത്രമാണ്.
പ്രായമായ സരസ്വതിയുടെ ചിത്രം നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? മൂർത്തി രൂപത്തിലോ ഫോട്ടോ രൂപത്തിലോ? ഇല്ലല്ലോ. മക്കളെ, പിന്നെ നിങ്ങൾ എന്തിനാ ചിന്തിക്കുന്നത്? നിങ്ങൾക്ക് കാരണം മനസ്സിലായോ? സരസ്വതിയെ എന്തുകൊണ്ടാണ് യങ്ങായിട്ട് കാണിച്ചിരിക്കുന്നത് ഭക്തിയിൽ? ഇതിൻ്റെ കാരണം മമ്മ ഈ യങ് അവസ്ഥയിലിരുന്നിട്ടാണ് തൻ്റെ കർത്തവ്യം പൂർത്തീകരിച്ച് യുവാവസ്ഥയിൽ തന്നെ കടന്നുപോയി. അതുകൊണ്ടാണ് സരസ്വതിയുടെ ചിത്രവും യുവാവസ്ഥയിൽ കാണിക്കുന്നത്. എന്നാൽ ബ്രഹ്മാവിൻ്റെ ചിത്രങ്ങളോ? ബ്രഹ്മാവിനെ വൃദ്ധനാക്കിയല്ലേ കാണിച്ചിരിക്കുന്നത്? വൃദ്ധാവസ്ഥയുടെ ചിത്രങ്ങളാണ് കൂടുതലുള്ളത്. പക്ഷേ ജഗദംബയുടെ ചിത്രങ്ങളെല്ലാം അല്ലേ പ്രായം കുറഞ്ഞത്. ക്യോങ്കി ഉനോനെ ഈ സൃഷ്ടി മഞ്ച് പർ, എന്നിട്ട് ബാബ രഹസ്യം പറഞ്ഞു. മമ്മ ഈ സൃഷ്ടി നാടകത്തിൽ ജ്ഞാൻ കെ രാസൂം തഥാ സാസൂം സെ മനുഷ്യാത്മാവും കോ, മമ്മ ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ രഹസ്യങ്ങളാൽ, ഈശ്വരീയ ജ്ഞാനത്തിൻ്റെ സന്ദേശത്താൽ മനുഷ്യാത്മാക്കളെ പവിത്രമാക്കി മാറ്റുന്ന കർത്തവ്യം ഇത്ര സമയം ചെയ്തിട്ടുള്ളൂ, ഇത്ര പ്രായം വരയ്ക്കേ ചെയ്തിട്ടുള്ളൂ. പരന്തു വർഷവും സരസ്വതി തോ ജഗത് കി അംബ ഹേ. പക്ഷേ ബാബ അടുത്ത രഹസ്യം പറഞ്ഞു, മക്കളെ, സരസ്വതി ജഗദംബയുമാണ്. മുഴുവൻ ജഗത്തിലെ നാരിമാർക്ക് ജ്ഞാനം നൽകുന്ന പ്രത്യക്ഷവും അപ്രത്യക്ഷവുമായ പാർട്ടും അമ്മയ്ക്കുണ്ട്. ഇപ്പോൾ പ്രത്യക്ഷ രൂപത്തിൽ നൽകി. ഇനി മുഴുവൻ വിശ്വത്തിൽ അപ്രത്യക്ഷ രൂപത്തിലും അമ്മയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അബുവോ പ്രകാശമയ ദിവ്യ. അതുകൊണ്ട് മമ്മ തൻ്റെ പ്രകാശമയ ദിവ്യമായ സൂക്ഷ്മ രൂപത്തിലൂടെ കുറച്ച് സമയം തൻ്റെ അലൗകിക കാര്യം ചെയ്യും. അതിനുശേഷം സത്യുഗി സൃഷ്ടിയുടെ സ്ഥാപനയിൽ ഈശ്വരീയ കാര്യത്തിൽ മറ്റ് ചില രീതിയിൽ മമ്മയുടെ പാർട്ട് നിമിത്തമാക്കും. ए जगदम्बा की यात्रा है, सरा ध्यान से निकले. അടുത്തത് ലാസ്റ്റ് രംഗം. ബ്രഹ്മബാബ പറഞ്ഞു, മമ്മയുടെ ഭൗതിക ശരീരം യാത്രയായി, ശാന്തി യാത്രയായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ബാബ പറഞ്ഞു, ഇത് ജഗത്തിൻ്റെ അമ്മയുടെ യാത്രയാണ്. അതുകൊണ്ട് ഈ അന്തിമ യാത്രയെ രംഗവും ആ രീതിയിലായിരിക്കണം, ജഗദംബയ്ക്ക് യോജിക്കുന്ന രീതിയിലായിരിക്കണം. ത്രികാലദർശിയായ ശിവബാബ മാതേശ്വരിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം സന്ദേശിപുത്രിമാർ ധ്യാന അവസ്ഥയിൽ മമ്മയുടെ സമ്പൂർണ്ണ പ്രകാശ സ്വരൂപത്തെ സൂക്ഷ്മവദനത്തിൽ കണ്ടു. പിതാശ്രീക്കും മനസ്സിലായി. ബാബ പറഞ്ഞു, മക്കളെ, മമ്മ എത്ര യോഗയുക്ത അവസ്ഥയിലാണ് ജീവിച്ചത്. ബാബ വളരെ അലൗകിക യുക്തികളിലൂടെ മക്കളെ ഇതുവരെ കൊണ്ടുവന്നു. ഇനി ശാന്തി യാത്രയുടെ സമയമായി, അന്തിമ സംസ്കാര ചടങ്ങുകൾക്കുള്ള സമയമെത്തി. അപ്പോൾ ബാബ പറഞ്ഞു, മക്കളെ, ഏറ്റവും വലിയ മഹായോഗിനിയായിരുന്നു മമ്മ. മമ്മയെപ്പോലൊരു യോഗിനി മറ്റാരുമില്ല. സമ്പൂർണ്ണ ഈശ്വരീയ ജ്ഞാനത്തെ തൻ്റെ ജീവിതത്തിൽ യോഗയുക്ത രീതിയിൽ ലോകത്തിന് കാണിച്ചു കൊടുത്ത ആളാണ് മമ്മ. ബാലബ്രഹ്മചാരിണിയായിരുന്നു. ആ പവിത്രത വൃത്തിയോടെ ഒരാളും മമ്മയെ സ്പർശിച്ചിട്ടില്ല. അത്ര മഹത്തായ സ്ഥിതിയായിരുന്നു മമ്മയുടേത്. മമ്മയുടെ ഭാഷണം നിങ്ങളെല്ലാവരും ശ്രവിച്ചിട്ടുള്ളതല്ലേ? മമ്മയുടെ ആത്മീയ ദൃഷ്ടി, ദിവ്യ കർത്തവ്യം
മമ്മയിൽ നിന്ന് വന്നിരുന്ന പവിത്രതയുടെ പ്രകാശപ്രകമ്പനങ്ങളുടെ അനുഭൂതി എത്ര ആത്മാക്കളുടെ ഉള്ളിലെ അഴുക്കുകളെ നീക്കം ചെയ്തിരുന്നു. ഇത്ര ഉയർന്ന യോഗ സാധന ചെയ്ത നിയമങ്ങൾക്കുള്ളിൽ ജീവിച്ചിരുന്ന മമ്മയുടെ അന്തിമ യാത്ര നമ്മൾ എത്ര യോഗയുക്തമായി ചെയ്യണം. അതുകൊണ്ട് ഈ അന്തിമ നിമിഷങ്ങളിൽ മക്കൾ വളരെ യോഗയുക്തരായ കുട്ടികളുടെ കൈകൾ കൊണ്ട് വേണം മമ്മയുടെ അന്തിമ ക്രിയകളെല്ലാം പൂർത്തിയാക്കാൻ. അതുകൊണ്ട് മമ്മയുടെ ഭൗതിക ശരീരവുമായിട്ടുള്ള ഈ യാത്രയിൽ ഹംസസമാനം വളരെ ശാന്തമായി യോഗയുക്തമായി ഈ യാത്രയിൽ പങ്കെടുക്കാവുന്ന കുട്ടികൾ മാത്രമേ ഇതിൽ പോകാവൂ. ശിവബാബയുടെ ഓർമ്മയിലായിരിക്കണം അന്തിമ സംസ്കാരം പൂർണ്ണമായി നടക്കേണ്ടത്. ഒരു പക്ഷേ അങ്ങനെ നമ്മൾ ശ്മശാനത്തിലെത്തിയാൽ ഇനിയും ശ്മശാനത്തിൽ വെച്ച് വേണമെങ്കിലും ശിവബാബ മമ്മയെ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വിടാം. എന്നിട്ട് ബ്രഹ്മബാബ പറഞ്ഞു, മക്കളെ, നിങ്ങൾ പലരെക്കുറിച്ചും കേട്ടിട്ടില്ലേ? ശ്മശാനത്തിൽ നിന്ന് ചിലർ തിരിച്ചു വന്നിട്ടുണ്ട് ജീവനോടെ. അതേപോലെ ഒരു പക്ഷേ ശിവബാബ നമ്മൾ വളരെ യോഗയുക്തമായി മമ്മയുടെ ഈ ഭൗതിക ശരീരത്തെ ശ്മശാനത്തിൽ എത്തിച്ചാൽ ചിലപ്പോൾ ശ്മശാനത്തിൽ വെച്ച് മമ്മ തിരിച്ചു വന്നാലോ? ഇത്രയും ഉത്തരവാദിത്വപൂർണമായി യോഗയുക്ത അവസ്ഥയിലായിരിക്കണം നിങ്ങൾ യാത്രയിൽ പങ്കെടുക്കേണ്ടത്. ജഗദീഷ് ഭായ് പറയണേ, നോക്കൂ, ബ്രഹ്മബാബ അക്ഷരാർത്ഥത്തിൽ ഭാഗീരഥനായിരുന്നു. ബാബയുടെ പുരുഷാർത്ഥം അക്ഷീണവും അതുല്യവുമായിരുന്നു. ഡോക്ടർമാർ മാതേശ്വരിജിയുടെ രോഗം ചികിത്സിച്ച് മാറ്റാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ സമയത്ത് പോലും ബ്രഹ്മബാബ വെറുതെ ഇരുന്നില്ല. അവസാനം വരെ ബാബ ലൗകികവും അലൗകികവുമായ രീതിയിൽ എല്ലാ ഔഷധങ്ങളും മമ്മയ്ക്ക് പ്രദാനം ചെയ്ത് മമ്മയെ രോഗത്തിൽ നിന്ന് മുക്തമാക്കാനുള്ള പരിശ്രമം അവസാന നിമിഷം വരെ തൻ്റെ പുരുഷാർത്ഥം ചെയ്തിരുന്നു. അതായത് ബാബ എല്ലായ്പ്പോഴും എല്ലാവർക്കും പ്രതീക്ഷ നൽകിക്കൊണ്ടിരുന്നു. മനുഷ്യൻ ഒരിക്കലും ധൈര്യം കൈവിടാൻ പാടില്ല. പറ്റില്ല, അല്ലെങ്കിൽ ചികിത്സയില്ല എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ ബാബ സമ്മതിച്ചിരുന്നില്ല. ബാബയുടെ രീതി ഇതായിരുന്നു, ബ്രഹ്മബാബയുടേത്, പുരുഷാർത്ഥം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ലാസ്റ്റ് മിനിറ്റ് വരെ പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കണം. ഈ വിരാട് വിശ്വനാടകത്തിൽ നോ എന്ന ഒന്നേ ബാബയ്ക്ക് ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രയത്നം ചെയ്താൽ നോ എസ് ആയിട്ട് മാറും. ബാബ ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ നിരാശയ്ക്ക് സ്ഥാനം കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് ബാബ തൻ്റെ പ്രയത്നം ലൗകിക രീതിയിലും അലൗകിക രീതിയിലും ചെയ്യേണ്ടത് അവസാനം വരെ ചെയ്തുകൊണ്ടിരുന്നു. അതുപോലെ ബാബ മമ്മയുടെ അന്തിമ സംസ്കാരക്രിയയിലും കുട്ടികൾക്ക് ഉത്സാഹം നൽകിക്കൊണ്ടിരുന്നു, പ്രതീക്ഷ കൊടുത്തുകൊണ്ടിരുന്നു. അതായത് മൂഡ് ഓഫ് ആകാനോ പുരുഷാർത്ഥഹീനരാകാനോ ബാബ അനുവദിച്ചിരുന്നില്ല. സമ്പൂർണ്ണ രീതിയിൽ ബാബ തൻ്റെ ജീവിതം കൊണ്ട് മക്കൾക്ക് വളരെയധികം പാഠങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ മാതേശ്വരിജിയുടെ ഭൗതിക ശരീരത്തിൻ്റെ അന്തിമ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ്, സംസ്കാരത്തിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നു. ദിവ്യഗുണമൂർത്തിയായ മാതാവിൻ്റെ ദേഹം പവിത്രതയുടെ സദ്ഗുണങ്ങളുടെ പ്രതീകമായി പുഷ്പമാലകളാൽ അലങ്കരിച്ചു. ധാരാളം ബ്രഹ്മകുമാർ കുമാരിമാരുണ്ടായിരുന്നു. എല്ലാ യോഗി രാജന്മാരും മാതേശ്വരിജിയുടെ ഈ യാത്രയിൽ, അന്തിമ യാത്രയിൽ, ശാന്തി യാത്രയിൽ പങ്കുകൊണ്ടു. അവസാനം യാത്ര ശ്മശാനത്തിലെത്തി.
അവിടെ എല്ലാവരും അന്തിമ വിടവാങ്ങൽ മമ്മയുടെ അടുത്ത് ചെയ്തു. മമ്മയുടെ അലൗകിക ജീവചരിത്രം എല്ലാവരുടെയും കണ്ണുകളിലൂടെ ഒരു ഫിലിം എന്നതുപോലെ കടന്നുപോയി. മമ്മയുടെ സേവനങ്ങളും മക്കളെല്ലാം കോടി ശ്രദ്ധാഞ്ജലി സമർപ്പിച്ചു. അവർക്കിങ്ങനെ തോന്നി, യദി മാനവ ദേഹമേ മനുഷ്യ का इस विश्व मंच पर पार्ट हो. ഉള്ളിൽ തോന്നി, ഈ വിശ്വ മഹാനാടകശാലയിൽ മാനവ ശരീരത്തിലൊരു മനുഷ്യൻ പാർട്ട് അഭിനയിക്കുകയാണെങ്കിൽ മമ്മയെ പോലെ അഭിനയിച്ച് കടന്നു പോകണം. ഈ പ്രേരണ എല്ലാവർക്കും കിട്ടി. അവസാനം ചന്ദനത്തടികൾ തയ്യാറാക്കി മമ്മയുടെ ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി 5 തത്വങ്ങൾ തയ്യാറാകുകയാണ്. മാതേശ്വരിജിയുടെ ശക്തിശാലിയായ പവിത്ര ആത്മാവ് ദേഹത്തിൽ നിന്ന് പറന്നുയർന്നിരുന്നുവല്ലോ. പക്ഷേ ഇപ്പോൾ തത്വനിർമ്മിതമായ ശരീരത്തെ തത്വം സ്വീകരിക്കുമ്പോൾ എല്ലാവർക്കും തോന്നി, ഈ സൃഷ്ടിയുടെ 5 തത്വങ്ങളെയും ശുദ്ധീകരിക്കാനാണ് മമ്മയുടെ ശരീരത്തെ, തത്വത്തെ 5 തത്വം സ്വീകരിച്ചതെന്ന്. അതിലൂടെയും സേവനം നടന്നതുപോലെ എല്ലാവർക്കും തോന്നി. മമ്മയുടെ ശരീരം അല്ലേ സംസ്കരിച്ചപ്പോഴേക്കും അത് തത്വങ്ങളുടെ ശുദ്ധീകരണത്തിനും ഇത് നിമിത്തമാക്കും. വിശ്വ ഇതിഹാസത്തിൽ ഒരു പ്രമുഖ അധ്യായം ഇവിടെ സമാപ്തമാക്കുകയാണ്. വിധിയാകുന്ന ലേഖകൻ അഗ്നിയുടെ താളുകളിൽ പൊള്ളുന്ന ശബ്ദങ്ങളിൽ അന്തിമ വരികൾ അങ്ങനെ എഴുതി. മാതാവ് ഈ സ്ഥൂല നേത്രങ്ങളാൽ ഇനി കാണാൻ കഴിയില്ലെങ്കിലും വിശ്വമംഗളത്തിൻ്റെ സങ്കല്പങ്ങൾ വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം മമ്മ വിശ്വമംഗളകാരി സങ്കല്പങ്ങളോടെ യാത്രയായിരിക്കുന്നത് കൊണ്ട് ശിവ ബാബയോടൊപ്പം തൻ്റെ അടുത്ത പാർട്ടിന് തയ്യാറായി പോകുകയായിരുന്നു. ഈ ഭൂമിയുടെ മടിത്തട്ടിലിരുന്ന ബ്രഹ്മകുമാരി കുമാരന്മാർ, സന്ദേശി പുത്രിമാർ, തൻ്റെ ദിവ്യ നേത്രങ്ങളിൽ മമ്മ ശിവബാബയ്ക്കൊപ്പം അവ്യക്ത സമ്പൂർണ്ണ പ്രകാശമായ സ്വരൂപത്തിലിരിക്കുന്നത് ദർശിച്ചു. ഒരു ഭാഗത്ത് മക്കളെല്ലാം മമ്മയെ വിളിച്ചുകൊണ്ടിരുന്നു, മറുഭാഗത്ത് ശിവബാബയോടൊപ്പം മമ്മ പൂർണ്ണ പ്രകാശത്തിലിരിക്കുന്നത് സന്ദേശി പുത്രിമാരെ കണ്ടുകൊണ്ടിരുന്നു. മറുഭാഗത്ത് പിതാശ്രീ അബ് മാതാശ്രീ കെ രൂപമേ. മറ്റൊരു ഭാഗത്ത് കുറച്ച് സമയം സന്ദേശി പുത്രിമാരുടെ രഥത്തിലേറി അല്പസമയത്തേക്ക് മമ്മ മക്കളെ കാണാൻ വന്നു. ഒപ്പം പിതാശ്രീ ബ്രഹ്മ മമ്മയുടെ പാർട്ടും ചേർന്ന് അഭിനയിക്കാൻ തുടങ്ങി. യജ്ഞത്തിലെ കുട്ടികൾക്കെല്ലാം മാതാവിൻ്റെ സ്നേഹവും സുഖവും സൗകര്യങ്ങളും സഹയോഗവും എല്ലാം ബാബ മാതാവിൻ്റെയും പിതാവിൻ്റെയും രൂപത്തിൽ നിർവഹിച്ചു. യജ്ഞവത്സംഗോ മാതേശ്വരിജിക്ക് ബാബയുടെ ആയിരുന്നു മമ്മ പോയി എന്ന് കുട്ടികൾ അറിയാൻ പാടില്ല. അങ്ങനെ മമ്മയുടെയും കൂടി പാർട്ട് ബ്രഹ്മബാബ അഭിനയിക്കാൻ തുടങ്ങി. इस सृष्टि रूपी लीला में मादेश्वरी जी का पार्ट अद्भुत और अलौकिक ही था. ഇനി ജഗദീഷ് ഭായി പൂർത്തിയാക്കാണ്. ഈ സൃഷ്ടി നാടകത്തിൽ മാതേശ്വരിജിയുടെ പാർട്ട് അത്ഭുതവും അലൗകികവുമായിരുന്നു. സൗമ്യതയുടെ മൂർത്തി, ഹർഷിതമായ മുഖം, അപാരമായ മാതൃസ്നേഹം കൺമുന്നിൽ വരികയാണ്. ദിവ്യ ഗുണങ്ങളുടെ സാക്ഷാത് ദേവി, അനുകരണീയമായ വ്യക്തിത്വം, സന്തോഷി മാതാവ്. जब कन्याओं और माताओं को विषय की गुड़िया माना जाता था, उनके साथ अनुचित व्यवहार होता था. जब समस्त मानव संसार
മാതാക്കളും കന്യകമാരുമെല്ലാം വികാരി പാവകളായിട്ട് മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന സമയത്ത് മോശമായി അവരോട് പെരുമാറിയിരുന്നപ്പോൾ സമൂഹം സമസ്ത മാനവ ലോകത്തിൽ മനോവികാരങ്ങളിൽ മുങ്ങി മനുഷ്യൻ ജീവിച്ചിരുന്ന സമയത്ത് ശ്വേതവസ്ത്രധാരിണി, യാതൊരു ഭയവുമില്ലാത്ത നിർഭയയായ, സദാ സന്തോഷത്തിൻ്റെ വിടർന്ന മുഖമുള്ള, സർവരുടെയും ഉള്ളിൽ നിന്ന് മനോവികാരങ്ങളെ ചുട്ടരിച്ച, സർവാത്മാക്കളിലെയും ആസുരീയ സ്വഭാവങ്ങളെ ഇല്ലാണ്ടാക്കിയ പവിത്രതയുടെ ശക്തിയായിരുന്നു മമ്മയിലുണ്ടായിരുന്നത്. മമ്മയുടെ പാർട്ട് അതായിരുന്നു. അച്ഛ, ഓം ശാന്തി. ജഗദീഷ് ഭായി ഈ വരികൾ എഴുതിക്കൊണ്ട് മമ്മയുടെ ദേഹത്യാഗത്തിൻ്റെയും അതിനുശേഷമുള്ള അന്തിമ സംസ്കാരം വരെയും ഉള്ള കാര്യങ്ങളെ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഭാഗം നാളെ മുതൽ ആരംഭിക്കുകയാണ്. ഓം ശാന്തി.